കണ്ടു കഴിഞ്ഞു. എവിടെ കയറി? ഗൂഗിൾ ഫോട്ടോയിൽ കയറി ഉണ്ടാവും. നെറ്റ് കിട്ടി അപ്പൊ കയറി തന്നെ ലിങ്ക് നമ്മളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. എന്നാൽ നമ്മൾ മണാലി ഡ്രോപ്പോട് കൂടി. അപ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാം അവസാനിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഫുള്ള് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. മിക്കവാറും എല്ലാ നമ്മളുടെ മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളും അധികം എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് 1-2 ഡ്രോപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഗ്രൂപ്പായിരുന്നു. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. താങ്ക് യു. പിന്നെ ചില സമയത്ത് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് എന്താ പറയുക, ആ ആൾട്ടിറ്റ്യൂഡിൽ നിന്നൊക്കെ ചില സമയത്ത് ഇറങ്ങി പോകണം നമ്മൾ പെട്ടെന്ന്, ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാവും. പിന്നെ ട്രിപ്പിന് അതുകൊണ്ടാണ്. അപ്പോൾ ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കുറച്ചുകൂടി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് അടുത്ത ട്രിപ്പുകൾ കുറച്ചുകൂടി ഭംഗിയായിട്ട്. പിന്നെ വന്നവർക്ക് പൊതുവിൽ നമ്മളൊരു ഒരു ഇത് തരാറുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്താണ് പറയൂ, ഓരോരുത്തർ അഭിപ്രായം പറയും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഫസ്റ്റ് എക്സലൻറ്റ് ട്രിപ്പ്, വെരി വെൽ പ്ലാൻ. നമ്മൾ ആക്ച്വലി പ്രശ്നങ്ങളൊന്നും വരാതിരുന്നത് നല്ല പ്ലാനിങ്ങിൻ്റെ ഒന്നും അറിയില്ല. ആക്ച്വലി എനിക്കൊക്കെ ലിറ്ററലി ബേസിക് ഐഡിയ കൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഏതായാലും പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി ഇനി ഞാൻ ആലോചിക്കുകയില്ല. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പ് തന്നെ വേണം ഇതിന്. അത്രയും ചാലഞ്ചിങ് റൂട്ട്സാണ്, അത്രയും എന്താ പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ്, ടെറൈന് എല്ലാം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. വെരി വെൽ ഡൺ. നിങ്ങൾ എടുത്ത സാധനങ്ങൾ ഹോട്ടലിലൊക്കെ എല്ലാം വളരെ നല്ലതായിരുന്നു. ഓൾ ആ പാങ്കോങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹീറ്റർ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു, എന്തേലും ഒരു കുറച്ചും കൂടി ഇൻസുലേഷൻ ഉള്ളൊരു സ്ഥലം ഉണ്ടായി. പാങ്കോങ് ഒരു ഡിഫിക്കൽട്ട്, അത്രേ ഉള്ളൂ. ബാക്കി എവറിത്തിങ് വാസ്. അതിപ്പോൾ പാങ്കോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കണ്ട. തണുപ്പ് എൻ്റെ ഒരു ലിറ്ററൽ എന്താ വേറെ ഒരു ഡെഫിനിഷൻ ഓഫ് അഡ്വഞ്ചർ അതിനകത്തുണ്ടെങ്കിൽ അത് നല്ലത്. അപ്പോൾ അത്രയും. താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ക്യാപ്റ്റൻ വളരെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എക്സാക്ട്ലി ഞങ്ങൾ അത് മനസ്സിലുദ്ദേശിച്ചു. അത് കംപ്ലീറ്റ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ആണോ? എന്നെ ആക്കിയ കറക്റ്റായിട്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇതുപോലൊരു ടീമിൻ്റെ കൂടെ വന്നിട്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്. ഒറ്റയ്ക്ക് വരുമായിരുന്നെങ്കിൽ ഇതിൻ്റെ എന്ത് ആയിരിക്കുമെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു. പിന്നെ ഈ റൂട്ട് അത്രയ്ക്ക് മോശമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് വളരെ സന്തോഷമാണ്. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ എടുത്ത് തന്നിരിക്കുന്ന ബൈക്സ്, അതിൻ്റെ വെൻഡേഴ്സൊക്കെ നല്ലതായിരുന്നു. അമേസിങ് ബാക്കപ്പ് ടീം എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് വന്ന് നോവൈസ് തൊട്ട് അത്യാവശ്യം എക്സ്പേർട്ട് എന്ന് പറയുന്ന റൈഡേഴ്സും ഉണ്ട് കൂടെ. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത ആ ഗ്രൂപ്പിനും നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ എന്തായിരുന്നു മിനിഞ്ഞാന്ന് ലേ കൂടെ രാത്രി നടക്കുന്ന ഒത്തിരി ബോട്ട്സ് ഉണ്ട്. അങ്ങനെ വെറുതെ ഒരെണ്ണം ഹയർ ചെയ്താൽ ഈ നമ്മുടെ ഈ പോക്ക് നടക്കില്ല. അതുകൊണ്ട് അതും വളരെ നല്ല. പിന്നെ തൻ്റെ ആ എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ് ലെവലില്ലേ, ആരാണ്ട് ഞാൻ ആളുടെ പേര് പറയല്ലോ, ഓക്സിജൻ ലെവൽ 70s വായിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും പറഞ്ഞു അതും ലക്ഷറിയാണ്. ബട്ട് ലിറ്റലി അതൊരു പിന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു വലിയൊരു സംഭവമാണ്. 70 എന്നൊക്കെ നമ്മുടെ ഇവിടെ ഒരാൾ കേട്ട് നേരെ വെന്റിലേറ്ററിലോട്ട്. എനിക്ക് 73 ലാസ്റ്റ് നമ്മൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും റെഡിയായി. ഇന്ന് വൈകിട്ട് മണാലി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ റൂട്ടിൽ പിരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ചെറിയൊരു മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കൈമാറി എല്ലാവരുടെയും യാത്ര എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. കറി എന്തോ
നമ്മുടെ ഒരു കേസ് ഉണ്ടല്ലോ അല്ലേ വെള്ളം ഉള്ളൊരു കേസുണ്ട്. അപ്പൊ എത്രയും നോക്കിക്കോ, ഇനിയിപ്പോ വേറെ എക്സ്പെൻസ് ഒന്നും വരാനില്ല. ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഞാൻ ചെയ്തോളാം. ഇത് വേണേ ചെയ്താൽ മതി. ആ ഉണ്ട് ഉണ്ട്. അത് ശരി, വെള്ളത്തിൽ ഇറങ്ങിയ 500 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട്. കേട്ടോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അറിയണ്ടാവണ്ട. നിങ്ങൾ അവിടെ ചെന്നിട്ട് സ്പേസ് മാത്രം പറഞ്ഞാൽ മതി. അല്ല ആക്സിഡന്റ് കൊടുക്കാതെ താഴെ ഒരു ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്. നമ്മളവിടെ വളർത്തണത് അതിന്റെ ഇങ്ങനെയല്ലല്ലോ അല്ലേ വരുന്നത്? ഞാനിത് അത് പറഞ്ഞ് എൻ്റെ നമ്മുടെ വീട്ടിൽ ഞാൻ പോയി നോക്കി. സൈഡ് പോലെ
ജിസ്പ റൂട്ടിൽ നിന്ന് ഇത് അതിലെ നേരെ കയറി വന്നു. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ റൂട്ടാണ് പിന്നെ ജിസ്പ, അതുപോലെ ലേ. അവിടെ നേരെ ഈ ബ്രിഡ്ജ് കടന്ന് നേരെ നമ്മൾ കയറി വന്നു. ഇവിടെ അടൽ ടണലിലെത്തി കേട്ടോ. ഇനി ഇവിടുത്തെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ അടൽ ടണലിനുള്ളിലോട്ട് പോകും. എന്തായാലും സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഞാൻ ഷൂട്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പുറത്തെത്തിയിട്ട് പറയാം കേട്ടോ.